ഒമാനിൽ കടുത്ത വേനൽക്കാലത്തിന് നാളെ തുടക്കമാകും. രാജ്യത്ത് നീണ്ട പകലും അത്യുഷ്ണവും അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ ഗവേഷകർ അറിയിച്ചു. ഒമാനിലെ ദോഫാറിൽ ഖരീഫ് കാലത്തിനും നാളെ തുടക്കമാവുകയാണ്. ജൂൺ 21 ഉച്ചയ്ക്ക് 12:24 ജ്യോതിശാസ്ത്രപരമായി സമ്മർ സോൾസ്റ്റിക് എന്ന പ്രതിഭാസം തുടങ്ങുകയെന്ന് ഒമാൻ സൊസൈറ്റി ഫോർ അസ്ട്രോണമി ആൻഡ് സ്പേസിലെ കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് കമ്മിറ്റി വൈസ് ചെയർമാൻ അബ്ദുൽ അസീസ് ബിൻ സൗദ് അൽ നാബി വ്യക്തമാക്കി. സൂര്യരശ്മികൾ ഉത്തരായന രേഖയ്ക്ക് നേരെ മുകളിലായി പതിക്കുന്നതാണ് ഈ പ്രതിഭാസത്തിന് കാരണം. മസ്കറ്റ് ഗവർണറേറ്റിൽ പുലർച്ചെ 5:20 സൂര്യൻ ഉദിക്കുകയും വൈകുന്നേരം 6:56 അസ്തമിക്കുകയും ചെയ്യും. 13 മണിക്കൂറും 35 മിനിറ്റും 33 സെക്കൻഡുമായിരിക്കും പകലിന് ദൈർഘ്യം. ഉച്ചയ്ക്ക് 12 സൂര്യൻ ഉച്ചസ്ഥായിയിലെത്തും. ഉത്തരായന രേഖ കടന്നുപോകുന്ന പ്രദേശങ്ങളിൽ ഉച്ചയ്ക്ക് സൂര്യൻ കൃത്യം തലയ്ക്ക് മുകളിൽ എത്തുന്നതിനാൽ വസ്തുക്കളുടെ നിഴലുകൾ കാണാൻ കഴിയില്ല. തുടർന്നുള്ള ദിവസങ്ങളിൽ ചൂട് വർദ്ധിച്ചു തുടങ്ങും. 93 ദിവസവും 15 മണിക്കൂറും 40 മിനിറ്റും നീണ്ടു നിൽക്കുന്നതാവും വേനൽക്കാലം. സെപ്റ്റംബർ 23 രാത്രിയും പകലും തുല്യമാകുന്ന ശരത്കാലത്തിലേക്ക് നീങ്ങുമെന്നും ജ്യോതിശാസ്ത്രജ്ഞർ അറിയിച്ചു. സമ്മർ സോൾസ്റ്റിക് ദിനത്തിലാണ് ദോഫാർ ഗവർണറേറ്റിൽ ഖരീഫ് സീസൺ ആരംഭിക്കുന്നത്. ഇക്കാലയളവിൽ മഴയും കോടമഞ്ഞും ചേർന്ന മനോഹര കാലാവസ്ഥയാകും ദോഫാറിൽ അനുഭവപ്പെടുക. ഒമാനിലെ പ്രധാന ടൂറിസ്റ്റ് സീസൺ കൂടിയാണ് ഖരീഫ് സീസൺ. അറബിക്കടലിൽ നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും വീശുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റാണ് ദോഫാറിൽ മഴയും തണുപ്പും പച്ചപ്പും സമ്മാനിക്കുക. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.